നമസ്കാരം. നെയ്യാർ ഡാമിൽ ഭർത്താവിനൊപ്പം കുളിക്കാനെത്തിയ യുവതിയെ ജലസംഭരണിയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പന്ത കാഞ്ചിക്മൂട് സ്വദേശി നിതിന്റെ ഭാര്യ 24 വയസ്സുള്ള സിമിയാണ് മരിച്ചത്. സംഭവത്തിൽ നെയ്യാർ ഡാം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ദാരുണമായ സംഭവം നടന്നത്. നെയ്യാർ ഡാമിന് സമീപത്തുള്ള വീട്ടിൽ നിന്നും ഭർത്താവ് നിതിനൊപ്പമാണ് സിമി കുളിക്കുവാനെത്തിയത്. കുളിക്കുന്നതിനിടെ സോപ്പ് എടുക്കുവാൻ മറന്നുപോയതിനാൽ നിതിൻ തിരികെ വീട്ടിലേക്ക് പോയി. എന്നാൽ നിതിൻ തിരികെ എത്തിയപ്പോൾ സിമിയെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് നെയ്യാർ ഡാമിന് സമീപം വീണ് കിടക്കുന്ന നിലയിൽ സിമിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ മരണകാരണത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സോപ്പ് എടുക്കുവാൻ മറന്നതിനാൽ നിതിൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ ഒരു സമയം സിമി തനിച്ചായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ നിതിൻ തിരികെ എത്തിയപ്പോൾ അവിടെ സിമി ഉണ്ടായിരുന്നില്ല. നെയ്യാർ ജലസംഭരണിയിൽ കുളിക്കാൻ എത്തിയതാണ് സിമി. വീട്ടിലേക്ക് പോയി തിരികെ എത്തിയപ്പോഴാണ് സിമിയെ കാണാതായതെന്ന് നിതിൻ മൊഴി നൽകിയിരുന്നു. ഞങ്ങൾ അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മുങ്ങി മരണമാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നെയ്യാർ ജലസംഭരണിയുടെ ആഴവും ചുഴികളും പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. സിമിയുടെ കാര്യത്തിലും അതാണോ സംഭവിച്ചത് എന്നാണ് അന്വേഷിച്ചു വരുന്നത്. സിമിയുടെ മൃതദേഹം ഇപ്പോൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരുമ്പോൾ സത്യം പുറത്തുവരും. നിതിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സിമിയുടെ മരണത്തിൽ ഭർത്താവ് നിതിൻ നൽകിയ മൊഴി പോലീസ് സസൂക്ഷ്മമാണ് പരിശോധിക്കുന്നത്. വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു യുവതി മുങ്ങി മരിക്കണമെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? സോപ്പ് എടുക്കുവാൻ പോയ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിമിക്ക് എന്ത് പറ്റി? നിതിന്റെ മൊഴി പ്രകാരം കുളിക്കടവിൽ സിമി തനിച്ചാക്കിയാണ് ഇയാൾ വീട്ടിലേക്ക് പോയത്. എന്നാൽ തിരികെ വന്നപ്പോൾ കണ്ടത് കരയിൽ വീണ് കിടക്കുന്ന സിമിയെയാണ്. വെള്ളത്തിൽ മുങ്ങിയ നിലയിലല്ല, മറിച്ച് കരയിൽ വീണ് കിടക്കുന്ന നിലയിൽ സിമിയെ കണ്ടെത്തിയെന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. ജലസംഭരണിക്ക് സമീപം വഴുക്കലുണ്ടോ അതോ സിമിക്ക് പെട്ടെന്ന് വല്ല ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായോ ഇതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ഈ പ്രദേശം അപകടം നിറഞ്ഞതെന്നാണ്. എങ്കിലും പകൽ വെളിച്ചത്തിൽ സ്വന്തം വീടിനടുത്ത് ഇങ്ങനെയൊരു മരണം സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ സിമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. ശ്വാസകോശത്തിൽ വെള്ളം ചെന്നിട്ടുണ്ടോ അതോ തലയ്ക്കോ മറ്റു ശരീരഭാഗങ്ങൾക്കോ പരിക്കേറ്റോ എന്നൊക്കെ പോലീസ് പ്രധാനമായും നോക്കുന്നുണ്ട്. ഒരു മരണത്തെക്കാൾ ഉപരി ഒരു യുവതിയുടെ അസ്വാഭാവിക വിടവാങ്ങല ഇതിനെ മാറ്റുന്നത് ആ 10 മിനിറ്റിലെ നിഗൂഢതയാണ്. ഒരു മരണവാർത്ത എന്നതിലുപരി ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിമി യാത്രയായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ നെയ്യാറിലെ ഈ മരണത്തിന് പിന്നിലെ സത്യം തെളിയുമെന്ന് കരുതാം.